പ്രിയപ്പെട്ട പ്രേക്ഷകരെ, റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഏറെ ആശ്വാസമുള്ളൊരു വാർത്തയിലേക്കാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചേക്കും എന്നറിയുന്നു. സൂഫി പണ്ഡിതരുടെ നേതൃത്വത്തിൽ യമനിൽ ഇന്നും ചർച്ചകൾ നടക്കും. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായും ഗോത്ര നേതാക്കളുമായും ചർച്ചകൾ തുടരുകയാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലാണ് നിർണായകമായത്. ആശാവഹമായ പുരോഗതിയെന്ന് ആക്ഷൻ കൗൺസിൽ. നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി യമനിൽ തന്നെ തുടരുകയാണ്. പിയ സുനിലും സാനിയോ മനോമിയും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ഞാൻ പിയ സുനിലേക്ക് പോകുന്നു. പിയ സുനിൽ, ഗുഡ് മോർണിംഗ്. പിയ സുനിൽ, എല്ലാവരുടെയും ആ പ്രാർത്ഥനയും കാത്തിരിപ്പുമൊക്കെ നിമിഷപ്രിയയുടെ തിരിച്ചുവരവിന് വേണ്ടിയാണ്. ചുരുങ്ങിയ പക്ഷം ആ വധശിക്ഷ നീട്ടിവെക്കുകയോ റദ്ദാക്കുകയോ ചെയ്യുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. ഇപ്പോൾ മണിക്കൂറുകൾ എണ്ണി കാത്തിരിക്കുമ്പോഴും പ്രതീക്ഷയ്ക്ക് പുതുജീവൻ വെക്കുന്നുവെന്നാണോ മനസ്സിലാക്കുന്നത്? വധശിക്ഷ നീട്ടിവെക്കാനുള്ള സാധ്യത തെളിയുകയാണോ പിയ സുനിൽ? അരുൺ, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് മുന്നിലാണ്. ഏതായാലും ഇന്ന് ഒരു ശുഭദിനമായിരിക്കും എന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വളരെ നിർണായകമായ തീരുമാനം ഇന്ന് വരാൻ പോവുകയാണ്. ഏതായാലും ഇപ്പോൾ യമനിൽ നിന്ന് വരുന്ന സൂചനകൾ അനുസരിച്ച് നിമിഷപ്രിയയുടെ നാളെ നടത്താനിരുന്ന വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ചേക്കും എന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തുവരികയാണ്. ഇന്നലെ രാത്രി വൈകിയും കൊല്ലപ്പെട്ട യമൻ പൌരന്റെ കുടുംബാംഗങ്ങളുമായുള്ള ചർച്ചകൾ നടന്നിരുന്നു. ഈ ചർച്ചയിൽ യമൻ ഭരണകൂടത്തിന്റെ പ്രതിനിധി ഉണ്ടായിരുന്നു, സുപ്രീം കോടതിയുടെ പ്രതിനിധി ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ നിർദ്ദേശം അനുസരിച്ച് യമനിലെ സൂഫി പൌരനായ ഷെയ്ഖ് ഹബീബ് ഉമറും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും ഇന്നലെ രാത്രി വൈകിയും ചർച്ചകൾ തുടർന്നു. ഈ ചർച്ചയിൽ ഏതാണ്ട് ഇപ്പോൾ കൊല്ലപ്പെട്ട യമൻ പൌരന്റെ കുടുംബം ദിയ സ്വീകരിച്ചുകൊണ്ട് നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകുന്ന ഒരു തീരുമാനത്തിലേക്ക് ഏതാനും മണിക്കൂറുകൾക്കും തന്നെ എത്തും എന്നുള്ള സൂചനകളാണ് ഏതായാലും പുറത്തുവരുന്നത്. ഏതായാലും തൽക്കാലം ഈ ഒരു പശ്ചാത്തലത്തിൽ ചർച്ചകൾ തുടരുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും നാളെ വധശിക്ഷ നടപ്പാക്കുന്ന തീരുമാനം തൽക്കാലം ഉണ്ടാകില്ല, അത് നീട്ടിവെച്ചേക്കും എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ യമനിൽ നിന്ന് പുറത്തുവരുന്നത്. ഇന്ത്യയും ഏതാണ്ട് ഈ ഒരു വധശിക്ഷ ഉടൻ നടപ്പാക്കരുത് എന്ന് അനൌദ്യോഗികമായി യമനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, മറ്റ് ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ എന്ന വിവരങ്ങൾ കൂടി പുറത്തുവരുന്നു. ഇന്നലെ സുപ്രീം കോടതിയിൽ നടന്ന കേസിൽ അറ്റോർണി ജനറൽ ഇക്കാര്യം യമൻ ഈ വധശിക്ഷ ഉടൻ നടപ്പാക്കരുത് എന്ന് യമനോട് അനൌദ്യോഗിക ചാനലിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ഏതായാലും ആ നിലയിലേക്ക് വലിയ സമ്മർദ്ദം യമന് മേൽ വരികയാണ്. തീർച്ചയായും ആ ഒരു സമ്മർദ്ദവും ഒപ്പം തന്നെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ നിർദ്ദേശം അനുസരിച്ച് സൂഫി പണ്ഡിതന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചയും ഒക്കെ തന്നെ ഫലം കാണുകയാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ ഒരു ശുഭദിനമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. നാക്ക് പൊന്നായിരിക്കട്ടെ പിയ സുനിൽ. എല്ലാവരും കാത്തിരിക്കുന്നു, നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്. നമുക്ക് ലഭിച്ച സോഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് പിയ സുനിൽ പറയുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചേക്കും. ചുരുങ്ങിയ പക്ഷം വെള്ളിയാഴ്ചയാണ് സുപ്രീം കോടതി ഈ കേസിന് പരിഗണിക്കുക. ഇന്നലെ കേന്ദ്ര സർക്കാർ കോടതിയിൽ പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സൂചനയുമുണ്ട്. അനൌദ്യോഗികമായ ചാനലിലുള്ള നീക്കം നടക്കുന്നു. അത് നടക്കുന്നതാവട്ടെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ കൂടിയാണ്. സാനിയോ മനോമി കൂടി നമുക്കൊപ്പം ചേരുന്നു. സാനിയോ, വെരി ഗുഡ് മോർണിംഗ്. സാനിയോ, നമ്മൾ ആ ശുഭ വാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. കാന്തപുരം വിഭാഗത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സൂചനയും പിയ സുനിൽ പങ്കുവയ്ക്കുന്ന പ്രതീക്ഷ തന്നെയല്ലേ സാനിയോ? വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അതേ പ്രതീക്ഷകൾ തന്നെയാണ് നമുക്കും കിട്ടുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ PR സുനിൽ പറഞ്ഞതുപോലെ ഇന്നലെ അർദ്ധരാത്രി വരെയും വളരെ വിശദമായ ചർച്ചകൾ നടന്നിരുന്നു എന്നുള്ളതാണ്. തലാലിന്റെ ബന്ധുക്കളും അതുപോലെ സൂഫി ഗുരുവായിട്ടുള്ള ഷൈഖ് ഹബീബ് ഉമർ അടക്കമുള്ള ആളുകൾ വലിയ തരത്തിൽ ചർച്ചകൾ ഇന്നലെ അർദ്ധരാത്രി വരെയും നടന്നു. ഇന്നിപ്പോൾ രാവിലെ മുതൽ വീണ്ടും ചർച്ചകൾ പുനരാരംഭിക്കും എന്നുള്ളത് തന്നെയാണ്. ദിയാദനം സ്വീകരിച്ച് ഇത്തരത്തിൽ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുമോ എന്നുള്ള ചർച്ചകൾ തന്നെയാണ് നടക്കുന്നത്. നേരത്തെ ഒന്നും നമുക്ക് ഒരു തരത്തിലും കുടുംബവുമായുള്ള ഒരു ചർച്ചകൾ സാധ്യമായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷേ കാന്തപുരം ഇടപെട്ടതോടുകൂടി കുടുംബവുമായ ഒരു ചർച്ചയ്ക്കെങ്കിലും വഴി തുറന്നു എന്നുള്ളത് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അല്പസമയം മുൻപും കാന്തപുരത്തിൻ്റെ പ്രതിനിധികളുമായി സംസാരിക്കുമ്പോൾ എല്ലാ പ്രതീക്ഷയും തന്നെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ്. ചർച്ചകൾ ആശാവഹമാണെന്നും തുടർ ചർച്ചയിൽ സന്തോഷകരമായ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതിനിധി സംഘം ഇന്നലെ കാന്തപുരത്തെ അറിയിച്ചിരിക്കുന്നത്. അതിന് അനുയോജ്യമായി തന്നെയുള്ള ചർച്ചകളാണ് ഇന്നും നടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. രാവിലെ തന്നെ ചർച്ചകൾ പുനരാരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാനാവുന്നത്. കുടുംബത്തിൽ പലരുമുണ്ട്, പലർക്കുമായി പല അഭിപ്രായങ്ങളുമുണ്ട്. അവരുടെ എല്ലാം അഭിപ്രായങ്ങൾ ഏകീകരിക്കുക എന്നുള്ളതാണ് പ്രതിനിധി സംഘത്തിൻ്റെ ആദ്യത്തെ ഒരു ഉദ്ദേശം എന്നുള്ളത്. ഏതായാലും അത് നടന്നു കഴിഞ്ഞാൽ പിന്നീട് ബാക്കി കാര്യങ്ങൾ എളുപ്പമാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ആരും
താങ്ക് യു സാനിയോ, താങ്ക് യു പി ആർ സുനിൽ. രാവിലെ ശുഭവാർത്തയിലാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. നിമിഷപ്രിയയ്ക്ക് നാളെയാണ് അന്ത്യം കുറിക്കുന്ന തീയതി നിശ്ചയിച്ചിരിക്കുന്നത്. വധശിക്ഷ നാളെ നടപ്പാക്കുമെന്നായിരുന്നു യമൻ പറഞ്ഞിരുന്നത്. ഇപ്പോൾ വധശിക്ഷ നീട്ടിവെക്കാനുള്ള സാധ്യത വീണ്ടും തെളിയുന്നു എന്നുള്ളതാണ് പി ആർ സുനിൽ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള സംഘം അനൌദ്യോഗികമായി ചർച്ചകൾ അവിടെ തുടരുകയുമാണ്. എന്തായാലും ആ ശുഭവാർത്തയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഇനി ഔദ്യോഗിക സ്ഥിരീകരണം വരണം. ഇന്നത്തോടുകൂടി വൈകുന്നേരത്തോടുകൂടി ആ ഔദ്യോഗിക സ്ഥിരീകരണം യമനിൽ നിന്ന് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം യമനും ഇന്ത്യക്കും തമ്മിലൊരു പൂർണ്ണമായിട്ടുള്ള നയതന്ത്ര ബന്ധ ചാനലില്ല. ഒന്ന്. രണ്ടാമത്തെ ഒരു പ്രശ്നം, ഇത് ദിയാധനത്തിന്റെ വിഷയമായതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇടപെടുന്നതിന് പരിമിതിയുമുണ്ട്. എന്നാൽ അനൌദ്യോഗികമായ ചാനൽ വഴി കേന്ദ്ര സർക്കാരും ഒപ്പം തന്നെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. നമുക്കൊരു ശുഭപ്രതീക്ഷയ്ക്ക് വേണ്ടി, ശുഭവാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നിമിഷപ്രിയ വളരെ വേഗം നാട്ടിലേക്ക് മടങ്ങട്ടെ, അമ്മയോടൊപ്പം ചേരട്ടെ.